നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ പറ്റി മാത്രം സംസാരിക്കാം. കാരണം ഇന്നലെ ഫീസിനെ കുറിച്ചൊക്കെ കുറച്ച് അപവാദങ്ങൾ വന്നിട്ടുണ്ട്. അപവാദങ്ങളല്ല, നമുക്ക് അതിനെപ്പറ്റി പറയാം. ആക്ച്വലി ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം വിത്തിൻ അവേഴ്സ് എനിക്ക് വന്നത് ഒരു 1000+ എൻക്വയറീസ് ആണ് കേട്ടോ. ഞാനപ്പോൾ അത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ആദ്യം തന്നെ റെസ്പോണ്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കാരണം നിങ്ങളുടെ ഈ റെസ്പോൺസ് ഉണ്ടല്ലോ, അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഇത്രയും പേര് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ബൾബായിട്ടിരിക്കുകയായിരുന്നു. എനിക്കിന്നലെ ആക്ച്വലി ഒരു സ്റ്റാഫ് സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ലേറ്റ് നൈറ്റാണ് എൻ്റെ സ്റ്റാഫ്സൊക്കെ ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇത് വാട്സാപ്പ് ബിസിനസ് ഇതിലേക്ക് മാറ്റിയിരുന്നില്ല. ഒരു ഓട്ടോമേറ്റഡ് മെസ്സേജ് ഒന്നും സെറ്റ് ചെയ്തിരുന്നില്ല. കാരണം ഞാനൊരു 50 മെസ്സേജസൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നേ. ഇത് അതുക്കപ്പുറം ഒത്തിരി പേര് മെസ്സേജ് ചെയ്തു, എല്ലാവരും എൻക്വയറിങ് അബൌട്ട് ആ ക്ലാസ്. അപ്പോൾ അത് ശരിക്കും എനിക്ക് ബ്ലെസ്ഡായി തോന്നുന്ന ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്. നമ്മുടെ ഒരു ഫാമിലി പോലെയല്ല എല്ലാവരും. ഞാനെപ്പോഴും അങ്ങോട്ടല്ലേ പറയുന്നത്, നിങ്ങളുടെ സൈഡിൽ നിങ്ങളുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു ഓൾ നോ ദാറ്റ്. ഇനി അബൌട്ട് നമ്മുടെ ഫീസ് ഞാൻ ആദ്യം ഒരു ഫീസ് സ്ട്രക്ചർ എല്ലാവർക്കും അയച്ചിരുന്നു. ഐ മീൻ ദാറ്റ് വാസ് ആൻ ഓട്ടോമേറ്റഡ് മെസ്സേജ്. എല്ലാവർക്കും അത് പോയിരുന്നു. പിന്നെയാണ് അറിയുന്നത് ഫീസിൻ്റെ ഇഷ്യൂസ് കുറേ പേർക്കുണ്ട്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഒരു 10 പേർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ സെഷൻ, ബിക്കോസ് എനിക്ക് ഇത്തിരി ഫിനാൻഷ്യലി ബാക്കിലോട്ടായ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ സീറ്റ്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ് കേട്ടോ. അത് 10 അല്ല, അതിൽ കൂടുതലുണ്ട്. കാരണം കുറേ മെസ്സേജസ് ഞാൻ കേട്ടു, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസൊക്കെ കേട്ടു, വീട്ടിലെ ബുദ്ധിമുട്ടുകളും. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ജെന്യുവനായി തോന്നി. ചിലത് ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർക്കൊരു വെരിഫിക്കേഷൻ ഒരു കോള് ചെല്ലുന്നതായിരിക്കും. അങ്ങനെ ആ സീറ്റ്സ്. പിന്നെ കുറച്ച് പേർക്ക് വെരി ലോ ഫീ ഏർലി ബേർഡ് ഓഫർ വെച്ചിരുന്നു. അതും ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടാണ്. കാരണം അറിയാമല്ലോ, 1000+ എൻക്വയറീസ് വന്നിട്ടില്ല. എനിക്ക് അത്രയും പേർക്കൊന്നും ക്ലാസ് എടുക്കാൻ ഒരു പ്ലാനും ഇല്ല കേട്ടോ. ഐ ജസ്റ്റ് വാണ്ട് ഒരു ബാച്ച്. കാരണം എനിക്ക് എന്നെയും തീരെ സ്ട്രെസ്സിലിടണ്ട. എനിക്ക് ഒരു ഈസി ഗോയിങ് ആയിട്ട് എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് ഒരു വർക്കൗട്ട് സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അബൌട്ട് സെഷൻസ്, ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ഇതൊരു വലിയ ആനച്ചക്ക വർക്കൗട്ട് പ്ലാറ്റ്ഫോം ആണെന്നൊന്നും ആരും കരുതണ്ട. ഈവൻ കമ്പാരിസണും വേണ്ട. ഞാൻ ഇതുവരെ വേറെ ഫിറ്റ്നസ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ വർക്കൗട്ട് ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണെന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു നോ. എനിക്ക് ഇത് എൻ്റെ രീതിയിൽ പോകണം. മെയിൻലി ഇതിൽ ഇത്തിരി ചബ്ബിയായിട്ടുള്ള ഗേൾസ് ഉണ്ടാവും. എനിക്ക് അവരുടെ ഏജിൽ നിന്നിട്ടൊന്ന് അവരൊന്ന് മോൾഡ് ചെയ്തെടുക്കണം എന്നുണ്ട്. പിന്നെ പോസ്റ്റ്പാർട്ടം. അപ്പോൾ മെയിനായിട്ട് പോസ്റ്റ്പാർട്ടം വരുന്നത് ഡിപ്രഷനാണ് ഒരുവിധം ലേഡീസൊക്കെ. എനിക്ക് എൻ്റെ 2 ഡെലിവറിക്ക് ഉണ്ടായിരുന്നു, കട്ടയ്ക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്നുണ്ട്. ട്രീറ്റ് ചെയ്യുക ഇൻ ദ സെൻസ്, ചിലപ്പോൾ ഒരു സ്ട്രെസ് റിലീഫിന് പറ്റിയിട്ടുള്ള ടോക്സ് കൗൺസിലിംഗ് സെഷന് ഉള്ള ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട്. ലൈക്ക് എനിക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പോൾ എനിക്ക് അവരൊക്കെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുണ്ട്. എന്നിട്ട് മൈൻഡ് ഭയങ്കര അപ്സെറ്റായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളപ്പുറത്തെ സൈഡിലുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രീ ആവും. ലൈക്ക് എനിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ടെൻഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവും. കുറച്ച് നേരം അവരോടിരുന്ന് സങ്കടങ്ങളൊക്കെ പറയും. അവരൊന്നും ഇങ്ങനെ സാരില്ല പോട്ടെ, യു ആർ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഐ ഫീൽ എംപവേർഡ്. അങ്ങനെയാണ് നമ്മൾ വിമൺ, അങ്ങനെയാണ്. മറ്റൊരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒന്ന് സൈഡിൽ നിന്നൊന്ന് ടാപ്പ് ചെയ്യുക, എല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറയുമ്പോൾ അവർ ആക്ച്വലി ഒത്തിരി ബെറ്റർ ആവും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സെഷൻസൊക്കെ അതിൽ വേണ്ടേ. പ്ലസ് വെയ്റ്റ് ലോസ്. ബാക്ക് ടു അവർ പോയിൻറ്റ്. പിന്നെ വരുന്നത് വെയ്റ്റ് ലോസ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. കാരണം മൺഡേ ടു ഫ്രൈഡേ കണ്ടിന്യൂസ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ ഡാൻസ് വർക്കൗട്ട് ഉണ്ടാവും, സുംബ ഉണ്ടാവും, HIIT. ഡാൻസും സുംബയും ഓൾമോസ്റ്റ് സെയിം ആണ്. കാർഡിയോ, HIIT, ബേസിക് ഈസി വർക്കൗട്ട്സ്, പിന്നെ ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്കി വർക്കൗട്ട്സ് ഉണ്ടാവും. അങ്ങനെ അതെല്ലാം വെൽ ഗൈഡഡ് ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരും റെഡി ആയിട്ടിരുന്നോ. നിങ്ങൾക്ക് വേണ്ടത് ഒരു മാറ്റ് വേണം, പിന്നെ ഷൂ വേണമെന്നില്ല കേട്ടോ, സോക്സ് ആയാലും മതി. കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിലല്ലേ ചെയ്യുന്നത്. വേറെ കാര്യം, എനിക്ക് നിങ്ങൾ ആരും ഇങ്ങനെ പക്ക വർക്കൗട്ട് ഡ്രസ്സ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, നമ്മളുടെ വീഡിയോ ഓൺ ആയിരിക്കും. എൻ്റെ സ്റ്റാഫ്സ്, എനിക്ക് ഒരു 100-200 പേരെ ഒരുമിച്ചെടുത്ത് ഞാൻ വെറുതെ ചെയ്യുന്നു, നിങ്ങളവിടെ നിന്ന് എന്തോ ചെയ്യുന്നു. എൻ്റെ സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും, എല്ലാവരും ലേഡീസ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ അവർ നിങ്ങളെ വാച്ച് ചെയ്യും. എന്നിട്ടുണ്ടെങ്കിൽ അവരും എന്നെ അപ്ഡേറ്റ് ചെയ്യും. ഞാനും പറ്റുന്നത്ര എല്ലാവരെയും നോക്കും എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇതിൽ അത്രയും
റിസ്കി വർക്കൗട്ട്സ് ഒന്നുമില്ല കേട്ടോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് അത് ഓർഡർ ആക്കുന്നത്. പിന്നെ എന്താ വരുന്നത്, ഡയറ്റീഷ്യൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു യോഗ അല്ലെങ്കിൽ AKB ഫിറ്റ്നസ്സിൽ എന്തെങ്കിലും ക്ലാസ് ഞാൻ ഇതിലേക്ക് മേർജ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു പാക്കേജാണ്. എനിക്കിതിൽ ഇനിയും കൂടുതൽ എന്നെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വർക്കൗട്ട് സ്ട്രക്ചർ പോകുന്നത് കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ 5 days ക്ലാസ്. അപ്പോൾ ഞാനിത് UAE നിന്ന് എടുക്കുമ്പോൾ ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ഇതൊക്കെ 400 വരാം, 400. പിന്നെ എനിക്ക് സ്റ്റാഫ്സ് ഒരു കുറച്ചധികം പേരെ വേണം, ഒരു 10ഓളം ആൾക്കാരെ വേണം, അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. കാരണം ആരും UAE വരുന്നത് വെറുതെ ടൈം പാസിനല്ലല്ലോ. അപ്പോൾ അവർക്കും ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ അതെല്ലാം കരുതിയിട്ടാണ് ഞാൻ ഈ ഫീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫീസ് 400 ഒക്കെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് നിയർ ടു 10,000. ആ 10,000-നെയാണ് ഞാൻ പകുതിയിൽ നിന്നും കുറച്ച് 4,500 ആദ്യം ഇട്ടത്. ദാറ്റ് ഈസ് ടയർ 1. ഇനി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളുടെ 4 ടയറായിട്ടാണ് ഉണ്ടായിരുന്നത്. ടയർ 1, ടയർ 2, ടയർ 3, ടയർ 4. ഇതിൽ ടയർ 4 ആയിരുന്നു കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ വെരി ഫിനാൻഷ്യലി പുവർ പീപ്പിൾ. അത് ഫുള്ളി സോൾഡ് ഔട്ടാണ്. ടയർ 3 ഏർലി ബേർഡ് ഓഫർ, അതും ഫിനാൻഷ്യലി കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് ഫസ്റ്റ് മന്ത് നമ്മൾ 3,500 ഞാൻ ആദ്യം വെച്ചിരുന്നത്. അതിപ്പോൾ ജസ്റ്റ് 20 കൗണ്ട് മാത്രം 2,500 വെച്ച് കൊടുത്തിരുന്നു. അതും ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടാണ്. 20 അല്ല, 20ൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വരുന്നതാണ് മെയിൻ. ഇതായിരിക്കും മെയിൻ സെഷൻസ്. ഇതിൽ ടയർ 1 ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നാട്ടിലെ 5,500 ആയിരുന്നു. അതായത് നമ്മുടെ ഈ കംപ്ലീറ്റ് സെഷൻസും പ്ലസ് വീക്ക്ലി 2 തവണ എന്നെ ആയിട്ട് ഡയറക്റ്റ് ഓൺ കോൾ ഒരു കോൺവെർസേഷൻ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് സങ്കടം പറയുമ്പോഴായിരിക്കും ബെറ്ററായി തോന്നുക. അപ്പോൾ ഐ എം റെഡി ഫോർ ദാറ്റ്. കുറച്ച് നേരം സങ്കടങ്ങളെന്നല്ല, നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ക്ലാസ്സസ് എങ്ങനെയുണ്ടെന്നും നിങ്ങളുടെ ഹെൽത്ത് ഇതും അപ്ഡേറ്റ്സ് ഒക്കെ എടുക്കാൻ. അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. അതിനധികം ആരും വരില്ലായിരിക്കും, ആവശ്യമില്ല. പക്ഷെ ഇനി ചിലർക്ക് ഇനി ഞാനാണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ യു ആർ വെൽക്കം. ഇനി സെക്കൻഡ് വരുന്നതാണ് നമ്മുടെ നോർമൽ ക്ലാസ് റുട്ടീൻ. അത് 3,500 ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ആക്ച്വലി അത് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. കാരണം അത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 100 സംതിങ് ദിറംസാണ് വരുന്നത്. വെരി ലോ ആണ്, പക്ഷേ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. അതാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകാൻ പോകുന്ന ഫീസ് സ്ട്രക്ചർ. ഇനിയും തീരെ പറ്റാത്തവരുണ്ടെങ്കിൽ, പക്ഷെ അതങ്ങനെ പറയുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ വരുന്ന മെസ്സേജസ് എല്ലാവരും ആസ്കിങ് ഫോർ ടയർ 4. ഐ നോ, അത് പല സ്ഥലത്തു നിന്നും പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ എനിക്ക് അങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജസ് വരുന്നുണ്ട്. അത് ചിലതൊക്കെ ജെനുവിൻ ആവാം, പക്ഷെ ചിലതൊക്കെ ഫേക്കാണ്. ഇവിടെ ഒരു നേരം പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന എമൗണ്ടാണ് ഒരു 100 ദിറംസോ 110 ഒക്കെ. ലൈക്ക് ഒരു ഡിന്നർ അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ എക്സ്പെൻസ്. അതാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് 1 month പാക്കേജിന് ചോദിക്കുന്നത്. ഓക്കെ, 5 days അങ്ങനെ ഇറ്റ് മേക്സ് 20 days. അതിൽ ഇത്രയും സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ സെപ്പറേറ്റ് പാക്കേജാണ്, പക്ഷെ അതും പിന്നെ കുറച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പോകുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അതാണ് എൻ്റെ ഏകദേശം ഒരു ക്ലാസ് പ്ലാൻ. പിന്നെ ഒത്തിരി ആൾക്കാർക്ക് എടുക്കാനും എനിക്ക് ഇപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, ഇപ്പോൾ എന്നെക്കൊണ്ട് ചിലപ്പോൾ ആവത്തില്ല. എനിക്ക് അറിയാലോ, കുഞ്ഞുങ്ങളുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ പറ്റുമെന്ന് അറിയില്ല. മേ ബി ഇൻ എ ലോങ് റൺ ഒരു 1 month എടുത്ത് കഴിഞ്ഞ് ഞാനിതിന് യൂസ്ഡ് ആകുമ്പോൾ ഐ ക്യാൻ സ്റ്റാർട്ട് എ സെക്കൻഡ് ബാച്ച്. ഇനി ടൈമിംഗ് പറഞ്ഞുതരാം. ഈവനിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ടൈം ആഫ്റ്റർ 5. നാട്ടിൽ 6:30 to 7:30 ഓക്കെ ആണോ? അല്ലെങ്കിൽ വേറെ 2 ടൈം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നാട്ടിൽ 5:30 to 6:30 1, അല്ലെങ്കിൽ നാട്ടിൽ 8:30 to 9:30 PM. ഡെഫിനറ്റ്ലി. രാവിലെ ഞാൻ എണീക്കാറില്ല ഗൈസ്. ഞാൻ എണീക്കുന്നത് 11 മണിക്കാണ്. നല്ല ആളെന്നോട് ചോദിക്കുന്നത്. ഞാനൊരു വെള്ളി മൂങ്ങയാണ്. രാവിലെ ഫുള്ള് കിടന്നുറങ്ങും. അപ്പോൾ വൈകിട്ടാണ് ഞാൻ ആ ക്ലാസ്സസ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് ആക്ച്വലി നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് കുറേ നല്ല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ട് കേട്ടോ. മൈൻഡിൽ കുറേ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ലെറ്റ്സ് സീ ഇതെങ്ങനെ പോകണ്ടെന്ന് നോക്കാം. അപ്പോൾ വീണ്ടും പറയാം, നമ്മുടെ ഫീസ് സ്ട്രക്ചറിൽ ടയർ 3 ആൻഡ് ടയർ 4 ഞാൻ ക്ലോസ് ചെയ്യുക. കാരണം ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ ചിലപ്പോൾ ഇവിടുന്ന് വിറ്റ് ഓടിക്കും. ടയർ 1 ആൻഡ് ടയർ 2 അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിന് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം ഒന്ന് മെസ്സേജ് ചെയ്യുക.
ബാക്കിയുള്ളവരെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാം. ഇനി എന്തെങ്കിലും ഫർദർ ഇത് വരാണെങ്കിൽ 3rd മന്ത് കഴിഞ്ഞിട്ട് ഇൻഫോം ചെയ്യാം. അപ്പോൾ ഇനി ടയർ 1 and 2 ഓക്കെ ആയിട്ടുള്ളവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്ലീസ് ഡു കം ആൻഡ് ജോയിൻ. അതായത് മെസ്സേജ് ചെയ്യാം, നമ്മുടെ സ്റ്റാഫ്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ഞാൻ പറഞ്ഞില്ലല്ലോ, ടയർ 1 വരുന്നത് ഫീസ് ഇറ്റ്സ് 400 ആൻഡ് ടയർ 2 300 dirhams കേട്ടോ. ടയർ 1 ഞാൻ പറയാം, ഒന്നുമില്ല, നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണീനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഈഗോ പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും അതുണ്ടെങ്കിൽ നമ്മളായിരിക്കും 1 to 1 നിങ്ങൾ എന്നോടായിരിക്കും പറയുന്നുണ്ടാവുക. ഞാനത് ഹീൽ ചെയ്യാൻ വളരെ മിടുക്കിയാണ്. ജസ്റ്റ് ജോക്കിങ് കേട്ടോ, എല്ലാം നിങ്ങളുടെ ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഓൾ വെരി സൂൺ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. റെസ്പോൺസ് കണ്ടിട്ട് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ വെരി ഹാപ്പി ബി എ പാർട്ട് ഓഫ് മൂവ് ബൈ ആര്യ ബാലകൃഷ്ണൻ. വെയിറ്റ്, ഞാൻ എടുക്കുന്ന വീഡിയോഗ്രാഫറേയും കുട്ടീനെ ഒന്ന് കാണിച്ചത്. വീഡിയോഗ്രാഫർ ആരുടെ കൂടെയോ ആരോ. സമയം പുലർച്ചെ 3:45. പുലർച്ചെയാണ് ഇത്. കണ്ടോ എൻ്റെ മോൻ, ഇങ്ങനെയാണ് ഞാൻ വെള്ളി മൂങ്ങിയാവുന്നത്. കുഞ്ഞി ബായ് പറഞ്ഞ, കുഞ്ഞി ബായ്. പക്ഷെ ബായ് ബായ് കുഞ്ഞി, ബായ്. അതെ, സ്വാഗതം.